എല്ലാ അസുഖവും മാറും. എല്ലാ അസുഖവും മാറും. ക്യാൻസർ വരെ മാറും. ക്യാൻസർ വരെ മാറും. മാറ്റി കൊടുത്തിട്ടുണ്ടോ? ഇത് മാറും, ഉറപ്പ് തരാം. തട്ടിപ്പല്ലേ ഇങ്ങനെ വെള്ളം കുടിച്ച ശരാസവും മാറുമോ? ഡോക്ടർമാരെല്ലാം കൂടി MBBS എടുത്ത ആൾക്കാർ വന്ന് ചോദിച്ചത് അത് മറന്നു. അത് അവർ മെഡിസിനായിട്ട് കൊടുക്കുന്നു, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പച്ചല മരുന്ന് കൊടുക്കും. ഇത് കാണുമ്പോൾ അറിയാലോ നല്ല പൂടയൊക്കെ ഉണ്ടോ. അതിനകത്ത് വേറെ എന്തൊക്കെ മിക്സ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ഒരുപാടുണ്ട് സാധനങ്ങൾ. 9 വക കൂട്ടുകളുണ്ട്. 9 ഇതിന്റെ കൂട്ട്. അത് പറയത്തില്ല. ഇപ്പൊ അഗസ്ത്യമൂനി ശരീരത്തിലുണ്ടോ? ഇപ്പം അവർ ഉള്ളത് കൊണ്ടല്ലേ നമ്മളിപ്പം പറയുന്നത്. കേരളത്തിൽ ഇപ്പം അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ വയനാട്ടിൽ വന്നതുപോലെ ഒരു പ്രണയം വരാൻ പോകും. നമ്മൾ 48 മണിക്കൂറല്ല, ഒരു വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല ആരും കഴിക്കേണ്ട. ആ ഇല മാത്രം കഴിച്ചാൽ മതി. സ്വാമി, മോൻ സ്വാമി, നമസ്കാരം. എന്താ പരിപാടി? ഇത് മുടവാട്ട് കിഴങ്ങെന്ന് പറയുന്ന ഒരു വൈദ്യം മുറിക്കുള്ളതാണ്, നരമ്പ് മണ്ഡലത്തിലേക്കുള്ള സാധനങ്ങളാണ്. ഈ സാധനം നമ്മൾ കുടിക്കുകയാണെങ്കിൽ എല്ലാ ഷുഗർ, പെസറ്റ്, ഇത് എന്തൊക്കെ അസുഖം ഉണ്ടോ അത് അത്രയും മാറ്റി തരാനുള്ള നരമ്പിൻ്റെ എനർജി പവർ കൊടുക്കുന്നത് മുടവാട്ട് കിഴങ്ങെന്ന് പറയുന്ന സാധനമാണ്. ഇത് എന്തിനു വേണ്ടി? വെള്ളസുഖത്തിന്? ഇത് നമ്മൾ എല്ലാ അസുഖത്തിനെയും. ഇത് നമ്മൾ വാദം വരുന്നുണ്ടല്ലോ, എല്ലാ വാദം എന്ന് പറയുകയാണ് മുടവാദം, മുട്ടവാദം എന്ന് പറയുന്നില്ലേ. നരമ്പിന്റെ എന്തൊക്കെ ഉണ്ടോ അസുഖങ്ങളുണ്ടോ അത്രയും അസുഖങ്ങൾ മാറ്റി തരുന്നുള്ള സാധനമാണ് മുടവാട്ട് കിഴങ്ങെന്ന് പറയുന്നത്. ഇതാണ് ഇരിക്കുന്നത്. അതാണ് സാധനം അവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ തിളപ്പിച്ചിട്ടേക്കുവാണ്. നമ്മൾ വരുന്നവർക്ക് ഒരു ഗ്ലാസും കൊടുക്കും. എല്ലാ അസുഖവും മാറും. ക്യാൻസർ വരെ മാറും. മാറ്റി കൊടുത്തിട്ടുണ്ടോ? ഇത് മാറും, ഉറപ്പ് തരാം. അപ്പൊ ഈ മലമൂല ക്യാൻസറിന് മാത്രമല്ലല്ലോ, നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ സുഖമാകും എന്ന് ഒരു ഉറപ്പിൽ മരുന്ന് കഴിക്കുന്നത്. ഇതിന്റെ കീഴത്ത് ഇത് സ്വയംഭാണ്, ഭഗവാനാണ്, തിരുമൂർത്തികളാണ്, മുമ്മൂർത്തികളാണ്. ഇത് പാറയല്ലേ? പാറ തന്നെ. ഒറ്റ പാറയാണ്. നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് സ്വയംഭായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇത്രയും പാറ വളരുന്നുണ്ട്. ഇത് വളർന്നുണ്ട്. ഇത് നിങ്ങൾ കാണാം, ഈ ഭാഗം വളർന്നു വരുന്നത് കാണാം. ഇത് ഒറ്റ പാറയാണ്. ഇതിനെ അഭിഷേകം ചെയ്യുന്ന ഒരു എണ്ണമാണ്. വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിൽ എത്ര ഇത്ര ഉണ്ടായിരുന്നു? 76 ഇത്ര ഉണ്ട്. സാമി എത്ര വയസ്സുണ്ട്? ഇതാ ഞങ്ങൾ 76 ഇവിടെ വന്നത്. അന്ന് ചെറിയ പാറയായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു. ഇത് ഇങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എണ്ണ അഭിഷേകം ചെയ്യും. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എണ്ണ കൊടുക്കുന്നവർക്ക് നമ്മൾ അസുഖത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്വാമി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. നമ്മൾ രാത്രി പകലും വരും. ചില സമയത്തിൽ വീട്ടിൽ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, വീട്ടിൽ പോയി ഇരിക്കും. അല്ല, ഇതൊരു മലമുകളല്ലേ? മലമുകളിലാണ്. നമ്മൾ ഇവിടുന്ന് എല്ലാം കാണാം. അഞ്ചലി, തെന്മള, ഇങ്ങനെ ഓരോരോ മലപ്രദേശങ്ങളും ഇവിടെ നിന്ന് കാണാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ തന്നെ ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ? ഒരുപാടുണ്ട്. പാമ്പുകളുണ്ട്. എല്ലാവരും ഉണ്ട്. പേടിയൊന്നുമില്ല? ഒരു പേടിയില്ല. അപ്പൊ ശരിക്കും ഈ രൂപത്തിന്റെ പ്രത്യേകത എന്തോ? അഗസ്ത്യമുനിയാണ് നമുക്ക് ഗുരുവായിരിക്കുന്നത്. അഗസ്ത്യമുനിയുടെ പരശുരാമർക്ക് 6ാമത്തെ അവതാരമാണ്. പരശുരാമ തലയെ കൊയ്തിട്ട് വരുന്നില്ലേ, ശാപം നീങ്ങാൻ വേണ്ടി 1001 ഋഷിമാർക്കുള്ള സ്ഥലമാണിത്. 1001 ഋഷികളുണ്ട് ഇവിടെ. രൂപത്തിൽ പോലും അഗസ്ത്യമുനി അവർ തന്നിരിക്കുന്ന ഒരു ഇതല്ലേ നമുക്ക്. മനുഷ്യന്റെ അവതാരം അവരല്ലേ നമുക്ക് തന്നേക്കുന്നത്. അഗസ്ത്യമുനിയുടെ വീട്ടിലാണ് നമ്മളിപ്പം ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, സാധാരണ ഭദ്രകാളി അവരൊക്കെയാണല്ലോ കയറുന്നത്. അഗസ്ത്യമുനി കയറുന്ന ആദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രാമത്തെ വയസ്സിലാണ് ശരീരത്തിൽ കയറിയ? നമ്മളിപ്പോൾ 21 വർഷമായി അഗസ്ത്യമുനി കയറിയിട്ട്. അഗസ്ത്യമുനിയുടെ സ്ഥാപനമായിട്ട് പോയി 21 വർഷമായി. ഈ അഗസ്ത്യമുനി ശരീരത്തിൽ കയറുമ്പോൾ എന്താ പ്രത്യേകത? അത് അവരുടെ പറയും, ഇന്നതാണ് എന്ന് നമുക്ക് തെളിവായിട്ട് പറയും. വരുന്നവരുടെ കാര്യം പറയും. ചിലർക്ക് അവരുടെ കർമ്മ അനുസരിച്ച് പറയും. കർമാവിണി എന്ന് പറയുന്നില്ലേ, നമ്മുടെ അച്ഛന്റെ പാരമ്പര്യമായിട്ട് മുമ്മുറ തലമുറ എന്ന് പറയില്ല, അതിന്റെ ഒരു സൈസ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു തരും. വരുന്നവരുടെ നമ്മൾ അങ്ങോട്ട് പറയണം, സത്യം മാത്രമേ ഉള്ളൂ. അല്ല സ്വാമി, നമ്മൾ അഗസ്ത്യമുനി ശരീരത്തിൽ കയറി കഴിഞ്ഞാലേ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങോട്ടൊന്നും പറയണ്ട. നമുക്ക് അവർക്ക് വരുന്നവർക്ക് നമ്മൾ ഉപദേശം കൊടുക്കുക, നേരെ വരാനുള്ള സത്യം നമ്മൾ തരികയും. ഇത് എത്ര സമയം ഇങ്ങനെ മണിക്കൂർ കിടക്കല്ലേ, നല്ല ചൂടായിരിക്കല്ലേ. ഈ വരുന്നവർക്ക് ഓരോ ഗ്ലാസ് നമ്മൾ കൊടുക്കും. ഇത് ശരിയാക്കി എത്ര സമയം എടുക്കും? ഇത് 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ എടുക്കും. സംഭവം ഇത് ലേഖയായിട്ട്. ഇതാ മുടവാട്ട് കിഴങ്ങെന്ന് പറയും. അല്ല, ഇത് എന്ത് വെള്ളം? ഇത് വന്നിട്ട് നമ്മള് പിന്നെ സൂപ്പായിട്ട് കൊടുക്കും. ഈ വെള്ളം മാത്രം കുടിച്ചാൽ മതി? വെള്ളം മാത്രം കുടിച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പല്ലേ? ഇങ്ങനെ വെള്ളം കുടിച്ച ശരാസവും മാറുമോ? തീർച്ചയായിട്ടും. നമ്മൾ വെള്ളം കുടിച്ച് തന്നെ ഇരിക്കാമല്ലോ. ഒരു പച്ചില മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരിക്കാമല്ലോ, ആഹാരം വേണ്ടല്ലോ. അല്ല, ഞാൻ ഡോക്ടർമാർ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷയമില്ല. അത് പിന്നെ അവരെല്ലാം മർത്തവത്തിലല്ലേ കൊടുക്കുന്നുണ്ട്, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതിന് യാതൊരു തടസ്സവും ഇല്ല, സൈഡ് എഫക്റ്റ് ഇല്ല, യാതൊരു ഇതും ഇല്ല. അല്ല, സ്വാമി പറയുന്നതേ ക്യാൻസർ ഒരു മാറ്റം എന്നാ പറയുന്നത്. ക്യാൻസർ മാറ്റം എന്ന് പറയുമ്പോൾ ഉറപ്പ് തരാമല്ലോ. ഈ മരുന്ന് കുടിച്ചാൽ മതി. പഴങ്ങളുണ്ട്, ഒരുപാട് മരുന്നുകളുണ്ടല്ലോ. നമ്മൾ കഴിക്കുക, നമ്മൾ ഈ പേടിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നു ഓരോരുത്തരും. ഇത് അഗസ്ത്യമുനി നമുക്ക് തരുന്ന ഒരു ഉദ്ദേശമല്ലേ. അവർ തന്നിട്ടില്ല, അവർ കൊണ്ട് ബുക്കിൽ വേദിപ്പിച്ചിട്ട് ഇംഗ്ലീഷിൽ മാഡസിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളെ മുതൽ ഇങ്ങനെയുള്ള വലിയ അസുഖമായിട്ട് ഏത് വന്നാലും നമ്മൾ ധൈര്യമായിട്ട് ഈ കിഴങ്ങ് കൊടുത്തു വിടാം. അവർ കഴിക്കണം. ഒരുപാട് അസുഖമുള്ള ആൾക്കാരാ, കിഡ്നി അവരൊക്കെ കഴിക്കുക. ഏതാ പറയുന്നത് എന്താന്ന് വെച്ചാൽ 20 പോകുന്നവൻ ചിലപ്പോൾ 5 വർഷം കൂടുതലിരിക്കും. അങ്ങനെയൊക്കെ ഒരു വരും. നമ്മൾ ദൈവമല്ലല്ലോ, ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന മരുന്നുകൾ നമ്മൾ പറഞ്ഞു തരുന്നു. അവർ സ്വന്തമായിട്ട് സ്വയം കഴിച്ച് കുടിക്കുക.
അത് നമുക്ക് വിൽപ്പനയായിട്ടല്ലെല്ലാം പറയുന്നത്, നമ്മൾ മറന്നു തരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നു അത്ര. ഇത് എല്ലാ അസുഖത്തിനും ഈ ഒറ്റ ഉണ്ട്. അതാ മുടവാട്ട് കിഴങ്ങ് നമ്മൾ മുടങ്ങി പോകാതിരിക്കാനുള്ള ഉദ്യോഗമാണ് നമുക്ക് തരുന്നത്. ഇതെന്താ എവിടെ കാണുന്ന? ഇത് പാറയെടുക്കലയിൽ കാണും. കണ്ട, ഇത് കാണുമ്പോൾ അറിയാലോ നല്ല പൂടയൊക്കെ ഉണ്ടോ. അതിനകത്ത് വേറെ എന്തൊക്കെ മിക്സ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ഒരുപാടുണ്ട് സാധനങ്ങൾ, 9 വക കൂട്ടുകളുണ്ട്. 9 ഇതിന്റെ കൂട്ട്. അത് പറയത്തില്ല. അത് നമ്മൾ പറഞ്ഞുതരാം, നമുക്ക് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. വീട്ടിൽ ഉണ്ടാക്കി കുടിച്ചാലും മതി. വീട്ടിൽ ഉണ്ടാക്കി കുടിച്ചാൽ മതി. അല്ല ഞാൻ ചോദിക്കുന്നത്, സ്വാമിക്ക് പ്രത്യേക കഴിവുണ്ടാണ്ടത് പറ്റുന്നത് എല്ലാവരും ഉണ്ടാക്കി കുടിച്ചത് ഫലിക്കുമോ? ധൈര്യമായിട്ട് കുടിക്കാം, നമ്മൾ ഉറപ്പ് തരാം, അതിനെ യാതൊരു സംശയമില്ല. നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിച്ച് കുടിക്കുക. അല്ല അഗസ്ത്യമുനി ഉണ്ടായിട്ടല്ലേ ഇത് ഫലിക്കുന്നത്? അത് നമുക്ക് ഇവിടെ നിന്ന് തരുന്നുണ്ടല്ലോ, നമ്മൾ തരുന്ന സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് ആ ഭാവം വന്നേക്കുന്നത്. അല്ല മാത്രമല്ല ഇവിടെ മുഴുവൻ മരുന്നിന്റെ കൂട്ടാണ്. അതെന്തൊരു മരം അത്? അത് കൂവളത്തിന്റെ മരം. ഇത് നമ്മൾ ഏത് അസുഖത്തിനും നമ്മൾ കഴിക്കാം. പഴം കഴിക്കാം, പഴം. ഇതിന് പഴം ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു മേരി കിടക്കുന്നുണ്ട്, ആ പഴം എടുത്തിട്ട് നമ്മൾ പാലിൽ കളന്നിട്ട് നമ്മൾ കഴിക്കാം. അല്ല ഇത് കുട്ടികളില്ലാത്തവർക്ക് അത് കഴിക്കാം. ഇത് നമ്മൾ മറന്നായിട്ട് കഴിക്കാം. അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ കുട്ടികളില്ലാത്തവർക്ക്? ഇത് വന്നിട്ട് പൂജ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. ഇവിടെ ഭഗവാനൊക്കെ അഭിഷേകം ചെയ്ത് പൂജ ചെയ്ത് ആ മറന്നു ഉൾപ്പെടെ അങ്ങോട്ട് കൊടുക്കും. കുട്ടികളില്ലാത്തവർക്ക് വേപ്പും ഇതും ചേർത്തും കൊടുക്കും. അപ്പൊ ഏത് അസുഖത്തിനൂടെ മരുന്നുണ്ട്? മരുന്നുണ്ട്, ഈ മതിൽക്കെട്ടിനകത്തുണ്ട്. മതിൽക്കെട്ടിലുണ്ട്. സ്വാമി എന്ത് ജോലി ചെയ്യുന്നു? നമ്മളിവിടെ തോട്ടത്തിലുള്ള ജോലികളാണ് ചെയ്തുകൊണ്ട് കൃഷിപ്പണി ചെയ്യുന്നത്. റബ്ബർ തോട്ടത്തിലുള്ള ജോലികൾ എന്ത് തരുന്നു അന്നൊന്ന് കൊടുക്കുന്ന കൂടി വില നമ്മൾ പോകുന്നു. ചെറിയ സ്വല്പ വരുമാനത്തിലാണ് നമ്മൾ ഇത് പൂജിച്ചും ഈ മരുന്നുകളും ഭഗവാനക്ക് വേണ്ടി എല്ലാവർക്കും സേവ ചെയ്യുന്നത്. അതിന്റെ കൂടെയാണ് ഈ പൂജയും കാര്യങ്ങളൊക്കെ. പൂജയും കാര്യങ്ങളും ഇപ്പൊ അഗസ്ത്യമുനി ശരീരത്തിലുണ്ടോ? ഇപ്പം അവർ ഉള്ളത് കൊണ്ടല്ലേ നമ്മളിപ്പം പറയുന്നത്. എന്തെങ്കിലും ഞാൻ പറയട്ടെ, അഗസ്ത്യമുനി ശരീരത്തിലുണ്ട്, എന്തെങ്കിലും കാര്യം പ്രവചിച്ച് പറയാം, കേരളത്തിൽ ഇത് സംഭവിക്കാൻ പോകുമോ? കേരളത്തിൽ ഇപ്പം അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ വയനാട്ടിൽ വന്നതുപോലെ ഒരു പ്രളയം വരാൻ പോകുന്നു. പ്രളയം വരാറുണ്ട്, ഉറപ്പാണ്. അത് നിങ്ങൾ അടുത്ത ജൂൺ ജൂലൈ ആഗസ്റ്റ് നിങ്ങൾ വന്ന് ചോദിച്ചാലും ഇവിടെ ബദൽ കിട്ടിയിരിക്കും. എന്നാ സംഭവിക്കുന്നത്? അത് നമ്മൾ ഏപ്രിൽ മെയ് ഇതുള്ളേ, ജൂൺ ജൂലൈ ആഗസ്റ്റ് അതിന് മുമ്പേ സംഭവിച്ചിരിക്കും. അത് ഉറപ്പാണ്. ഉറപ്പാണ്, കള്ളം പറയരുത്. കള്ളം പറയത്തില്ല, സത്യമാണ്. നമ്മുടെ അണക്കെട്ടിന് വല്ല മുല്ലപ്പെരിയാറും യാതൊരു വരത്തില്ല. പിന്നെ എന്താ ദുരന്തം സംഭവിക്കുന്നത്? എന്തായിരിക്കും? ഇതാണ് മഴക്കാലങ്ങൾ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര കൊടുങ്കാറ്റുകളും ഇതൊക്കെ ശീതോഷ്ണം മാറും. കുറെ പേര് മരിക്കുവോ? അത് നമുക്ക് ഭഗവാൻ നമ്മളെ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സത്യത്തിലേക്ക് പൂജയും കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇനി നടക്കുവോ? അത് ഇനി നടക്കത്തില്ല. ഇല്ല, അന്ന് അതുവഴി പോയി. ഇനി അതുവഴി പോയി. ഇനി അവർക്ക് യാതൊരു ഇതില്ല. ഇനി അവർ പേടിച്ചിരിക്കും. നമ്മുടെ തൊടാക്കത്തില്ല. ഇനി അത് നമ്മുടെ സൗഹൃദമല്ലേ, നമ്മുടെ അടുത്ത അണ്ടേ നാടാണ്. നമ്മൾ യുദ്ധം നടത്താൻ പാടില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ ഭരണഘടനയിൽ മാത്രമല്ല നമ്മുടെ ഈ ലോകത്തിലിരിക്കുന്ന എല്ലാവരും ജീവരാശിയിലും ജീവനോടെ ഇരിക്കണം എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ല ചോദിക്കുന്നത്, ആ യുദ്ധം നടക്കുന്ന സംഭവമൊക്കെ മനസ്സിലേക്ക് വന്നായിരുന്നോ? അത് നമ്മൾക്ക് അങ്ങനെയല്ല, ചില വിഷയങ്ങളൊക്കെ ഉണർത്തു രാത്രിയിൽ ഉണർത്തുമ്പോൾ മാത്രമേ നമ്മൾ പറയാം. എന്തോ ഉണർത്തിയ എന്തോ ഒരു സംഭവം പറഞ്ഞു. അവരിങ്ങനെയൊക്കെ വരുമ്പോൾ ചില പ്രണയം വരികയാണെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്നൊരു നടക്കാൻ പോകുന്നു എന്ന് നമ്മൾ മുൻകൂട്ടി അറിയിക്കുന്നത്. അങ്ങനെയൊക്കെ രാത്രിയിലാണ് വരുന്നത്. രാത്രിയിലാണ്. അഗസ്ത്യമുനി നമുക്ക് ഉണർത്തുമ്പോഴാണ് പറയാൻ പറ്റും. അഗസ്ത്യമുനി എപ്പോഴും ശരീരത്തിൽ കയറുന്നത്? അത് രാത്രിയിൽ ഉണർത്തും. നമുക്ക് ധ്യാനത്തിലിരിക്കുമ്പോഴാണ് പ്രധാനം. ഇവിടെ വരുന്നവരെല്ലാവരും ധ്യാനത്തിൽ കാണാം ഭഗവാനെ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വന്ന് നമ്മൾ കള്ളം കപടം ഇല്ലാതെ ഇവിടെ നിന്ന് മതം ഭേദം ഇല്ലാതെ ആര് വേണമെങ്കിലും വരാം, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും വരുന്നവർ അസുഖം നമുക്ക് മറന്ന് പറഞ്ഞു തരാം, അസുഖം മാറ്റി വിടും. അത് ഉറപ്പാണ്. നമ്മൾ കൊടുത്തുവിടുന്ന സാധനം അവർ കഴിക്കുക. സ്വാമിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? നമുക്ക് യാതൊരു ഇതില്ല. നമ്മൾ 20 കിലോമീറ്റർ എന്നും നടന്ന യാത്രയാണ്, ഇപ്പോഴും നടയാണ്. നമ്മൾ മനുഷ്യൻ നടക്കണം, മുടങ്ങി പോകരുത്. ഒരു ദിവസമായാലും 10 കിലോമീറ്റർ നടന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എനർജി പവർ ഉണ്ട്. അപ്പൊ ഈ പുരയുടെ ഈ സ്ഥലം മുഴുവൻ ഇതെല്ലാം ഏതാ ആ കാണുന്നേ? ഇത് നാഗലിംഗം മതം എന്ന് പറയും. ഇത് ഒരു പഴമാണ്. ഇത് തവിട്ടുപഴം എന്ന് പറഞ്ഞ ഒരു പഴമാണ്. ഇത് മറന്നാണ്. ഇത് കഴിക്കാം. നമ്മുടെ ഈ നാവിലേക്കുള്ള ചെറിയ ചൊറസുറപ്പുകൾ കാണുന്നില്ല, അതിന് പോലത്തിലുള്ള പഴങ്ങളാണ്. ഇതിൽ നമ്മൾ കാണാം, കാവുണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ് ചുറ്റും റബ്ബർ തോട്ടമാണ് അല്ലേ? റബ്ബർ തോട്ടമാണ്. ഇവിടെ സ്വാമിയുടെ ലോകം തീർത്തേക്കുവാ അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓരോരോ ഇതുകളാണ്. അതെന്ത് സംഭവം? ഇത് ഒരു പഴമാണ്. എല്ലാം ചെറിയൊരു സ്ഥലത്ത് പഴങ്ങളെ ഉള്ളല്ലോ ഇവിടെ എല്ലാം. ഉണ്ട്. ഇതിലേക്ക് അതെന്തിനു വേണ്ടിയുള്ളതാ? ഇത് നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ഇതുപോലെ വരുന്നല്ലോ, ചോറല പോലെ, അങ്ങനെയൊക്കെ ചൊറിച്ചിൽ പോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മരുന്ന് പഴങ്ങളാണ്. അപ്പൊ അതും കൊടുക്കുവോ? അത് കഴിക്കാം. ഇത് കഴിക്കാം. നമ്മൾ ഇത് ഇവിടെ പക്ഷികളൊക്കെ വേണ്ടി കഴിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞൊരു വലിയ ഡോക്ടറായി നിൽക്കുന്നേ. നമുക്ക് ഡോക്ടറൊന്നും അല്ലല്ലോ, ഭഗവാൻ തന്നിരിക്കുന്ന ഒരു സന്ദേശമല്ലേ നമ്മൾ എല്ലാവരും കൊടുക്കുന്നത്. ഇപ്പൊ ഡോക്ടർമാരെല്ലാം കൂടി MBBS എടുത്ത ആൾക്കാർ വന്ന് ചോദിച്ചത് അത് മറന്ന് അത് അവർ മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നു, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പച്ചല മരുന്ന് കൊടുക്കുന്നു. ഇത്രേ ഉള്ളൂ. അവർക്ക് എതിരല്ലല്ലോ. അവർ ഇഞ്ചക്ഷൻ പവറായിട്ട് കൊടുക്കുന്നു, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. ഇതും നമ്മൾ മരുന്നാണ്. എനിക്ക് നോക്കുന്ന മുഴുവൻ മരുന്ന് മരുന്നുകളാണ്. കേട്ടോ, വൈദ്യം പഠിച്ചിട്ടുണ്ടോ സ്വാമി? ഇത് നമ്മൾ അഗസ്ത്യമുനി തരുന്നത് നമ്മൾ പഠിക്കേണ്ട. ഇത് ഭഗവാൻ തരുന്നത് മാത്രം നമ്മൾ പറഞ്ഞു തരാം.
അഗസ്ത്യമുനി ഇങ്ങനെ കനിഞ്ഞ അരളി തരുമോ അല്ലേ? എല്ലാ മരുന്നുകളും മാത്രമേ കൂടുതലുള്ളൂ. അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാം, ഇത് ചെയ്യും മരുന്ന് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി തരുമോ? തരാം. ഇതെന്തിനു വേണ്ടിയുള്ള മരുന്ന് തരാൻ പോകുന്നത്? ഇതാണ് നമ്മുടെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മരുന്ന് ചോദിക്കുമോ? അയാൾക്ക് എന്തായിരിക്കും അസുഖം ഒന്ന് ഊഹിച്ച് പറ. അവർക്ക് അസുഖം എന്ന് പറയുമ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഇത് തരുന്നത്. അതേപോലെ പ്രഷർ ഉണ്ടോ, ലോ പ്രഷർ ആണെങ്കിൽ അത് ഇതും കുടിക്കാം. നമുക്ക് അവർ എന്ത് തരുന്നോ അതനുസരിച്ച് നമ്മൾ ഇലകളുണ്ടെങ്കിൽ അത് തലയിൽ പറഞ്ഞു തരാം. പിന്നെ ഇതുപോലെ ഒരു ആഹാരം കഴിക്കാതെ ഇരിക്കാനുള്ള മരുന്ന് ഇലകളും ഉണ്ട്, മരുന്നുകളുണ്ട്. നമ്മൾ 48 മണിക്കൂറല്ല, ഒരു വർഷമല്ല 2 വർഷമല്ല 10 വർഷമല്ല ആഹാരം കഴിക്കേണ്ട. ആ ഇല മാത്രം കഴിക്കാം. ഇപ്പൊ ചുരുക്കി പറയും ഇവിടെ വന്നാൽ മതി, റെഡി. എല്ലാ മരുന്നുകളും ഉണ്ട്. ഓക്കെ, ശരി, പോട്ടെന്നാ.